ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീരാമൻ്റെ ജനനം ആഘോഷിക്കുന്ന പുണ്യോത്സവമായ രാമനവമി 2025 ഏപ്രിൽ 6 ഞായറാഴ്ചയാണ് വരുന്നത്. ഹിന്ദു കലണ്ടർ പ്രകാരം ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ നവമി തിഥിയിലാണ് ശ്രീരാമൻ ജനിച്ചത്. ശ്രീരാമൻ്റെ ദിവ്യജനനത്തെ അടയാളപ്പെടുത്തുന്ന ഈ പുണ്യദിനം ഇന്ത്യയിലുടനീളം ലോകമെമ്പാടുമുള്ള ഹിന്ദു സമൂഹങ്ങൾ വളരെ ഭക്തിയോടെ തന്നെ ആചരിക്കുന്നുണ്ട്. രാമനവമി മധ്യാഹ്ന മുഹൂർത്തം വരുന്നത് രാവിലെ 11:09 മുതൽ ഉച്ചയ്ക്ക് 1:40 വരെയാണ്. രാമനവമി മധ്യാഹ്നത്തിൻ്റെ പ്രാധാന്യം പറയുകയാണെങ്കിൽ ഹിന്ദു പഞ്ചാംഗത്തിലെ മധ്യാഹ്ന സമയമായ മധ്യാഹ്നത്തിലാണ് ശ്രീരാമൻ ജനിച്ചത്. ഏകദേശം 2 മണിക്കൂറും 24 മിനിറ്റും നീണ്ടു നിൽക്കുന്ന ഈ ഘട്ടം രാമനവമി പൂജാ ചടങ്ങുകൾ നടത്തുന്നതിന് ഏറ്റവും ശുഭകരമായിട്ടുള്ള സമയമായിട്ടാണ് കണക്കാക്കുന്നത്. ശ്രീരാമൻ്റെ ജനനത്തെ നിമിഷത്തെ പ്രതീകപ്പെടുത്തുന്നതിനാൽ മധ്യാഹ്നത്തിൻ്റെ മധ്യഭാഗം പ്രത്യേകിച്ചും പ്രധാനമാണ്. ഈ സമയത്ത് ഭക്തർ ജപങ്ങളിലും ആഘോഷങ്ങളിലും ഏർപ്പെടുന്നു. വിഷ്ണുവിൻ്റെ ദിവ്യ അവതാരത്തെ ആദരിക്കുന്നതിനായി പ്രാർത്ഥനകളും ആചാരങ്ങളും നടത്തുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ശ്രീരാമനവമി ദിവസം നമ്മൾ വീടുകളിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പുണർദം നക്ഷത്രത്തിലാണ് ശ്രീരാമൻ ജനിച്ചത്. അന്ന് ചൈത്രമാസ ശുക്ലപക്ഷ നവമിയായിരുന്നു. ഈ ദിനം ശ്രീരാമ ജയന്തി അഥവാ ശ്രീരാമനവമിയായി ആഘോഷിക്കുന്നു. പലപ്പോഴും ഇത് പുണർദം നക്ഷത്രം ആവാറില്ല, നവമി ആയിരിക്കും. ശ്രീരാമനവമി ദിവസത്തിൽ ഭക്തി പുരസരം വ്രതം നോറ്റ് രാമനാമം ജപിക്കുന്നത് മോക്ഷപ്രാപ്തിക്കായുള്ള മാർഗമായാണ് വിശ്വസിക്കുന്നത്. ചിലയിടങ്ങളിൽ ഇത് 9 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിലാണ് ആഘോഷങ്ങൾ അധികം നടക്കാറുള്ളത്. ജനനശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ശ്രീരാമൻ സീതാദേവിയെ വിവാഹം ചെയ്തതും ഈ ദിനമാണെന്നാണ് സങ്കല്പം. ചൈത്രമാസത്തിലെ വെളുത്തപക്ഷ നവമി മധ്യാഹ്നത്തിൽ വരുന്ന ദിവസമാണിത്. മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായാണ് ശ്രീരാമനെ കണക്കാക്കുന്നത്. സൂര്യവംശ രാജാവായിരുന്ന ദശരഥൻ്റെയും കൗസല്യയുടെയും പുത്രനായാണ് ശ്രീരാമൻ്റെ ജനനം. അസുര രാജാവായ രാവണനെ കൊല്ലുകയായിരുന്നു ശ്രീരാമ അവതാരത്തിൻ്റെ ലക്ഷ്യം. അന്നേ ദിവസം ശ്രീരാമക്ഷേത്രങ്ങളിൽ വിഗ്രഹത്തിൽ പഞ്ചാമൃതം അഭിഷേകം ചെയ്യുകയും ധൂപങ്ങളും ദീപങ്ങളും നൈവേദ്യവും കൊണ്ട് പൂജകൾ നടത്തുകയും ചെയ്യും. രാമായണ പാരായണം, പ്രഭാഷണം എന്നിവയും ഉണ്ടാകാറുണ്ട്. ശ്രീരാമ ജന്മഭൂമിയായ അയോധ്യയിൽ ഈ ദിവസം പ്രധാനമാണ്. ഭക്തർ സരയൂ നദിയിൽ മുങ്ങിക്കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നു. ചിലർ ഉച്ചവരെ വ്രതമെടുത്ത് രാമചരിതമാനസം വായിച്ച ശേഷം ഉച്ചയ്ക്ക് ശ്രീരാമ വിഗ്രഹത്തിൽ അർച്ചനയും ആരതിയും നടത്തുന്നു. മറ്റു ചിലർ രാമായണ കഥ പുനരാഖ്യാനം ചെയ്യുന്നു. നാടകമായും നൃത്തമായും ഹരികഥയായും ഈ കഥ അവതരിപ്പിക്കുന്നു. മര്യാദാ പുരുഷോത്തമൻ എന്ന പേരു കേട്ട ശ്രീരാമൻ്റെ ജീവിതം ത്യാഗസുരഭിലമാണ്. സമഭാവനയുടെ സന്ദേശം തരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ത്യാഗത്തിൽ അധിഷ്ഠിതമായ മൂല്യങ്ങളെയാണ് ശ്രീരാമൻ്റെ ജീവിതം പ്രതിനിധാനം ചെയ്യുന്നത്. പട്ടാഭിഷേകത്തിൻ്റെ തലേന്ന് രാജ്യം ഉപേക്ഷിച്ച് അച്ഛൻ്റെ വാക്ക് പാലിക്കാനായി കാട്ടിലേക്ക് പോകേണ്ടി വന്ന ശ്രീരാമൻ ഒരു ഉത്തമ പുത്രനാണെന്നും നമുക്ക് കാട്ടിത്തരുന്നു. സുഖത്തിലും ദുഃഖത്തിലും ഭർത്താവിനോടൊപ്പം നിന്ന സീത എന്നിട്ടും ജനതാൽപര്യനായി പ്രിയപത്നിയെ ഉപേക്ഷിക്കേണ്ടി വന്ന സ്ഥിതി. മറ്റുള്ളവരെ സഹായിക്കാൻ സ്വന്തം സുഖസൗകര്യങ്ങൾ ഉപേക്ഷിക്കുക മനുഷ്യധർമ്മമാണെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടും പക്ഷികളോടും വൃക്ഷലതാദികളോടും സമഭാവന പുലർത്തിയ ശ്രേഷ്ഠ വ്യക്തിയായിരുന്നു ശ്രീരാമൻ. വെട്ടുകൊണ്ട് ചിറകറ്റ് വീണ ജടായുവിൻ്റെ ദുഃഖം രാമന് സ്വന്തം ദുഃഖമായി. ശ്രീരാമൻ്റെ മടിയിൽ കിടന്നാണ് ജടായു പ്രാണൻ വെടിയുന്നത്. സ്നേഹപൂർണമായ പ്രകൃതം, നിസ്വാർത്ഥമായ പെരുമാറ്റം, സർവോപരി ഏകപത്നി വ്രതം എന്നിവ അദ്ദേഹത്തെ ആദർശ പുരുഷനാക്കുന്നു.
ആ നിലയിൽ ഒരു മാതൃകാ രാജാവായിട്ടാണ് വാൽമീകിയുടെ രാമായണത്തിൽ രാമനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ശ്രീരാമനവമിയുടെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഇനി അന്നേ ദിവസം നമ്മൾ നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ ദിവസം നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനും അതുപോലെ തന്നെ ദമ്പതിമാർക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ ദമ്പതിമാർക്കിടയിൽ നല്ല ഐക്യം ഉണ്ടാവാനൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ വരമായിട്ട് ലഭിക്കുന്ന ഒരു ദിവസമാണ് ശ്രീരാമനവമി ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം, ഭഗവാനോട് ആവശ്യപ്പെടുന്ന കാര്യം ഭഗവാൻ നമുക്ക് വരമായിട്ട് തരും. ജീവിതത്തിലുള്ള സങ്കടങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെയും തന്നെ നിങ്ങൾക്ക് ഈ ദിവസം ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെയും തന്നെ ഭഗവാൻ ഒരു മാറ്റം വരുത്തുന്നത് കാണാൻ സാധിക്കും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വലുതും ചെറുതുമായിട്ടുള്ള ശ്രീരാമക്ഷേത്രത്തിൽ ഈ ദിവസം വളരെ പ്രധാനമായിട്ടാണ് കൊണ്ടാടുന്നത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ആഗ്രഹം സാഫല്യമാകാൻ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ഇല്ലാതാവാനായിട്ട് ചെയ്യേണ്ട ചെറിയൊരു പരിഹാരത്തെക്കുറിച്ചാണ്. ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു വെള്ള പേപ്പറാണ്. വരയില്ലാത്ത ഒരു വെള്ള പേപ്പർ എടുത്ത് ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ എഴുതണം. നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രശ്നങ്ങളും മാറ്റി ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ആഗ്രഹം സാഫല്യമാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ആ ഒരു കാര്യം അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതാണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് സന്ധ്യാസമയത്താണ്. അതായത് ഈ ഞായറാഴ്ച ശ്രീരാമനവമി ദിവസം സന്ധ്യാനേരത്ത് നിലവിളക്ക് തെളിയിച്ചു വെച്ച് പ്രാർത്ഥിച്ച ശേഷം ഈ ഒരു പേപ്പർ എടുത്തുകൊണ്ടുവന്ന് ആ പേപ്പറിലേക്ക് നിങ്ങൾ 108 തവണ ശ്രീരാമജയം എന്നെഴുതുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ശ്രീരാമനവമി ദിവസം മാത്രമല്ല എഴുതേണ്ടത്. തുടർച്ചയായിട്ട് 30 ദിവസം നിങ്ങൾ ഇതുപോലെ സന്ധ്യാനേരത്ത് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ എഴുതണം. 30 ദിവസം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യം സാധിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഓരോ ദിവസവും നിങ്ങൾ പുതിയ പേപ്പർ വേണം എടുക്കാനായിട്ട്. ഇതിന് തുടക്കം കുറിക്കേണ്ടത്, നിങ്ങളിങ്ങനെ എഴുതാൻ തുടങ്ങുന്നത് നിർബന്ധമായിട്ടും ശ്രീരാമനവമി ദിവസമായിരിക്കണം. ഈ 30 ദിവസം നിങ്ങളിങ്ങനെ സന്ധ്യാനേരത്ത് വിളക്ക് വെച്ച് നിങ്ങളുടെ ആഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീരാമജയം എന്ന് 108 തവണ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ കഷ്ടപ്പാടുകളും മാറി നിങ്ങളുടെ ആഗ്രഹം സാഫല്യമാകുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് എഴുതാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, വരയില്ലാത്ത പേപ്പർ വേണം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ നീലമഷി പേനയാണ് ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. പ്രാർത്ഥനയോടെ വേണം എഴുതാൻ. അതുപോലെ നിങ്ങൾ ഒരു തവണ ഇരുന്ന് കഴിഞ്ഞാൽ അത് മുഴുവനായിട്ടും 108 തവണ എഴുതി കഴിയുന്നത് വരെ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പാടുള്ളതല്ല. പൂർണ്ണമായിട്ടുള്ള ഭക്തിയോടെ, പൂർണ്ണമായിട്ടുള്ള പ്രാർത്ഥനയോടെ വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. ഏതൊരാഗ്രഹവും നടക്കാൻ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് വഴി, നിങ്ങളിനി ആഗ്രഹമൊന്നും പ്രാർത്ഥിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യം ചെയ്യുന്നത് വഴി, അന്നേ ദിവസം ഇങ്ങനെയൊരു കാര്യത്തിന് തുടക്കം കുറിക്കുക വഴി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വളരെ നല്ല മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 30 ദിവസം എന്ന് പറയുന്ന സമയത്ത് അടുത്തതായിട്ട് പലർക്കും ഉണ്ടാകാൻ പോകുന്ന ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ ഒരു സംശയമാണ്, സ്ത്രീ സഹജമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആർത്തവം പോലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്നത്. അന്നേ ദിവസവും നിങ്ങൾക്കിത് എഴുതാവുന്നതാണ്. ആ ഒരു കാരണം കൊണ്ട് നിങ്ങൾ ഇത് എഴുതുന്നത് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നിലവിളക്കിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് എഴുതാൻ പാടില്ല. ഒരു ടേബിളിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ടോ നിങ്ങൾക്ക് എഴുതാം. നിലവിളക്കിൻ്റെ മുന്നിൽ ആർത്തവ സമയത്ത് അങ്ങനെ ഇരുന്നു കൊണ്ട് എഴുതാൻ പാടില്ല. അത് ഞാൻ വീണ്ടും പറയുകയാണ്, ആർത്തവ സമയത്ത് നിങ്ങൾക്കിത് എഴുതാം, എഴുതുന്നത് കൊണ്ട് കുഴപ്പമില്ല. നിലവിളക്കിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് എഴുതാതിരുന്നാൽ മതി. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശ്രീരാമനവമി ദിവസം വരുന്നത് ഈ ഞായറാഴ്ചയാണ്. അപ്പോൾ ഇതിന് തുടക്കം കുറിക്കുന്ന ദിവസം നിങ്ങൾ നിർബന്ധമായിട്ടും നിലവിളക്കിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് തന്നെ വേണം ഇതിന് തുടക്കം കുറിക്കാൻ, അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം അത് എഴുതാനായിട്ട്. അപ്പോൾ അന്നേ ദിവസം ആർത്തവമുള്ള ആർക്കും തന്നെ അത് എഴുതാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതല്ലാതെ, ആ ഒരു ദിവസമല്ലാതെ അതിന് പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആർത്തവം സംഭവിച്ചു കഴിഞ്ഞാലും എഴുതുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
നിങ്ങൾ 30 ദിവസം ഇത് കൃത്യമായിട്ട് എഴുതിയിരിക്കണം. നടുക്ക് ഒരു 20 ദിവസമൊക്കെ ആയപ്പോഴേക്കും നിങ്ങളുടെ ആഗ്രഹം സാഫല്യമായി കഴിഞ്ഞാലും നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. നിർബന്ധമായിട്ടും 30 ദിവസം എഴുതുക തന്നെ ചെയ്യണം. അത് ഒന്നാമത്തെ കാര്യം. ഇനി ചിലർക്കുള്ള സംശയമാണ്, നമ്മുടെ വീട്ടിൽ വെച്ച് മാത്രമേ എഴുതാൻ പാടുള്ളൂ, നമ്മളിപ്പോൾ മറ്റൊരു വീട്ടിലേക്ക് പോവുകയാണ്, അവിടെ വെച്ച് എഴുതാമോ എന്ന്. തീർച്ചയായിട്ടും എഴുതാം. ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ആ ഒരു വെള്ള പേപ്പറും ഒരു ബ്ലൂ ഇങ്കിൻ്റെ പേനയും കൂടി എടുക്കുക. സന്ധ്യ നേരത്ത് ഇതൊന്ന് എഴുതുക. 108 തവണ ശ്രീരാമജയം എന്ന് എഴുതുക. അത് ശുദ്ധിയുള്ള ഏത് സ്ഥലത്തിരുന്നു കൊണ്ടും നിങ്ങൾക്ക് എഴുതാം. അതുപോലെ ഈ 30 ദിവസം കഴിഞ്ഞാൽ ഈ പേപ്പറെല്ലാം തന്നെ ഒന്നുകിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് വയ്ക്കാം. അങ്ങനെ വയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ കത്തിച്ച് കളയുകയാണ് വേണ്ടത്. ഒരു കാരണവശാലും നമ്മൾ കണ്ടെടുത്ത് വലിച്ചെറിയാനോ വേസ്റ്റിൽ തള്ളാനോ ഒന്നും പാടില്ല. കത്തിച്ച് കളയുക. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇന്നേ ദിവസം നിങ്ങൾ വീട്ടിൽ പൂജ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് സാധിക്കുന്നവരെല്ലാം തന്നെ മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ ഭഗവാനെ അർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഈ ഒരു മന്ത്രവും കൂടെ ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ദിവസം നമ്മുടെ വീട്ടിൽ ഹരേ രാമ മന്ത്രം ചൊല്ലുന്നത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ഈ ശ്രീരാമനവമി ദിവസം ശ്രീരാമക്ഷേത്രങ്ങളിൽ പോയിട്ട് തൊഴാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. അത് എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. സാധിക്കുന്നവർ പോയി തൊഴുതിട്ട് വരിക. അതുപോലെ തന്നെ അന്നേ ദിവസം നെയ്വിളക്ക് ഭഗവാന് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളുടെ പേരിലും ഓരോ നെയ്വിളക്കെടുത്ത് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകാൻ ഇത് സഹായിക്കും. ഈ ശ്രീരാമനവമി ദിവസം രാവിലെ വീട്ടിൽ രാമായണം പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. വീട്ടിലുള്ള ഐശ്വര്യത്തിന് ഇത് സഹായിക്കും. അപ്പോൾ അങ്ങനെ പാരായണം ചെയ്യാൻ സാധിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാവരുടെയും ഐശ്വര്യത്തിനായിട്ട് അതും കൂടെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ശ്രീരാമനവമി ദിവസം ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.